24 ബിഗ് ബ്രേക്കിംഗ്. ദേവസ്വം സ്പെഷ്യൽ ഗവർണർ ലീഡർ സ്ഥാനം KB പ്രദീപ് രാജിവെക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്തുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ പ്ലീഡറാക്കിയത് വിവാദമായതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. ശ്രീത് വിവരങ്ങൾ വച്ചിരുന്നു. ശ്രീത്ത്, വല്ലാത്തൊരു വരവും വല്ലാത്തൊരു പോക്കും. ഹാഷ്മി, തീർച്ചയായും കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചത്. ഈ നിയമനം വലിയ വിവാദമായി. പ്രതിപക്ഷം ഈ നിയമനത്തെ ചോദ്യം ചെയ്ത് ശക്തമായി രംഗത്ത് വന്നു. ശബരിമല കൊള്ളക്കാരെ രക്ഷിക്കാനുള്ള ആസൂത്രിത നീക്കമെന്നാണ് സർക്കാരിന്റെ ഈ തീരുമാനം വിമർശിക്കപ്പെട്ടത്. എന്തായാലും വിമർശനം സർക്കാർ കണക്കിലെടുത്തിരിക്കുന്നു. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി VD സതീശനാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ച തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തത്. പ്രദീപിനോട് രാജിവെക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ച് പ്രദീപ് വൈകാതെ രാജിവെക്കും. തീരുമാനം ഈ മന്ത്രിസഭായോഗമാണ് കൈക്കൊണ്ടതെങ്കിലും തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് എന്ന തരത്തിലായിരുന്നു ആരോഗ്യമന്ത്രി K മുരളീധരൻ പ്രതികരിച്ചത്. താൻ അക്കാര്യം അറിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രിയുടെ വിവേചന അധികാരത്തിന് താൻ തീരുമാനം വിട്ടുകൊടുക്കുകയായിരുന്നു എന്ന മറ്റുള്ള പ്രതികരണമാണ് നടത്തിയത്. എന്നാൽ പ്രതിപക്ഷത്ത് നിന്ന് P രാജീവും KN ബാലഗോപാലും ഈ തീരുമാനത്തിനെതിരെ ശക്തമായ രംഗത്ത് വന്നു. സ്വർണ്ണക്കൊള്ളക്കാരെ രക്ഷിക്കാനും അവർക്ക് വേണ്ടി അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതിനുമാണ് ഇത്തരമൊരു നിയമനം നടത്തിയെന്നായിരുന്നു P രാജീവിന്റെ പ്രതികരണം. എന്നാൽ സ്വർണ്ണക്കൊള്ളക്കാരെ രക്ഷിക്കാനുള്ള സർക്കാരിന്റെ വിസ്മയകരമായ തീരുമാനമെന്നാണ് KN ബാലഗോപാൽ ഇതിനെ വിമർശിച്ചത്. ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ രൂക്ഷമായി വന്നതോടുകൂടിയാണ് സർക്കാരിന് പിന്തിരിയേണ്ടി വന്നത്. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം ഇനി ഒരു മാസം തികയാൻ പോവുകയാണ്. അതിനു മുമ്പ് എടുക്കുന്ന രണ്ടാമത്തെ പിന്നോട്ട് പോക്കാണ്, അത് രണ്ടാമത്തെ യൂട്ടേൺ എന്ന് വിശേഷിപ്പിക്കാവുന്ന തീരുമാനമാണ് ഇത്. ശ്രീത്ത്, അഭിഭാഷകൻ കൂടിയായ മുഖ്യമന്ത്രിക്ക് ഈ നിയമനത്തിലുണ്ടാകുന്ന ഇംപ്ലിക്കേഷൻസ് അറിയാത്തതാവില്ലല്ലോ എന്തായാലും. അപ്പോൾ ഇതിപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ നിയമിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണോ, അതോ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഒന്നും അറിയാതെയുള്ള നിയമനമാണോ? അതിൽ ദുരൂഹതകൾ ഇപ്പോഴും ബാക്കിയാണ് ശ്രീത്ത്. ഹാഷ്മി, ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട് അനവധി ദുരൂഹതകളുണ്ട്. ആരാണ് ഈ പ്രദീപിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ട പ്രദീപിന്റെ പേര് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പശ്ചാത്തലം தெரியாതിരുന്നത് എന്തുകൊണ്ടാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുന്നു. എന്തായാലും മുഖ്യമന്ത്രി അറിയാതെ ഇത്തരം ഒരു തീരുമാനം എടുക്കില്ല. മുഖ്യമന്ത്രി കൂടി അനുമതി നൽകിയിട്ടാണ് സാധാരണ ഈ അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് ഈ ഗവൺമെന്റ് പ്ലീഡർമാരുടെ നിയമനം വന്നത്. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ബുധനാഴ്ചയും ഈ തീരുമാനം മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നത്. അപ്പോൾ വന്ന പേരുകാരുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി കൂടി കാണാതെയല്ല ഈ തീരുമാനം എന്ന കാര്യം ഉറപ്പാണ്. എങ്കിൽ പോലും രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ആ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അതുകൊണ്ട് തന്നെയാണ് പ്രദീപിനോട് അടിയന്തരമായി KB പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത്. എങ്കിലും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മുഖ്യമന്ത്രിക്കോ ദേവസ്വം മന്ത്രിക്കോ കഴിയില്ല. ശ്രീത്ത്, ഇതിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് സാധാരണഗതിയിൽ ഇത്തരം ഉദ്യോഗസ്ഥ നിയമനങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇത് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞാൽ ഏതോ ഭൂതകാലത്തുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ല. ഈ അടുത്ത കാലത്ത് സ്മാർട്ട് ക്രിയേഷൻസ് ചോദ്യമുനയിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ക്രിയേഷൻ്റെ ആദ്യ നിലപാട് പിന്നെടുത്ത് മലക്കം മറിച്ചൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് ചോദ്യമുനയിലേക്ക് വരുമ്പോൾ ആദ്യ പ്രതിരോധമായി ഏതാനും മാസങ്ങൾക്ക് മാത്രം മുമ്പാണ് ആദ്യ പ്രതിരോധമായി രംഗത്ത് വരുന്നത് സ്മാർട്ട് ക്രിയേഷൻ്റെ അഭിഭാഷകനായ ഇദ്ദേഹമാണ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്ന് പറഞ്ഞാൽ 80-കളിലോ 90-കളിലോ ഒന്നും അല്ല. അപ്പോൾ അത്രയും നോക്കാതെ നിയമിക്കുമെന്നൊക്കെ കരുതാവോ ശ്രീത്? ഹാഷ്മി, അത്തരത്തിലുള്ള സംശയങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ അലയൊലികൾ ഇനിയും ഒതുങ്ങിയിട്ടില്ല. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക ഘട്ടം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകനെ എങ്ങനെയാണ് സർക്കാരിന്റെ സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിക്കുന്നത്, അതും ദേവസ്വം ബോർഡിൽ തന്നെ നിയമിക്കുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ബിനോയ് വിശ്വം, ഇവിടെ ഒരു നിയമനം ഉണ്ടാവുന്നു, നിയമനം വിവാദമാകുന്നു, അത് തിരുത്താൻ സർക്കാർ തയ്യാറാവുന്ന നല്ല കാര്യം. പക്ഷേ ആ നിയമനം ഉണ്ടാവുന്നത് എങ്ങനെ എന്ന കാര്യത്തിൽ കൃത്യമായ അന്വേഷണം വേണ്ടേ? ആ ചോദ്യങ്ങളൊക്കെ ബാക്കിയാണ്. തിരുത്തി എന്ന കാര്യം നല്ലത് തന്നെ, പക്ഷെ തിരുത്തുമ്പോഴും എന്തിനൊക്കെ സംഭവിക്കുന്നു? ഇത്രയും ഒരു ഗൗരവമുള്ള കാര്യത്തിൽ ഒരു തരത്തിലും നീതീകരിക്കാനാകാത്ത തീരുമാനം എങ്ങനെ ഉണ്ടായി? ആരാവിന്റെ കാരണക്കാർ? ബന്ധപ്പെട്ട വകുപ്പിന്റെ മന്ത്രി പറയുന്നത് ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണെന്നാണ്. മുഖ്യമന്ത്രിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും വളരെ കുശാഗ്ര ബുദ്ധിയുള്ള കൃത്യമായ ന്യായവും നടപ്പിലാക്കി നിൽക്കുന്ന ആളെ ബാധിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മുൻകൈയിൽ എങ്ങനെ ഇത്രയും വലിയൊരു തെറ്റുണ്ടായി? തെറ്റ് തന്നെയാണ്. അല്ല, ചെറിയ തെറ്റല്ല, വലിയ തെറ്റാണ്. കാര്യം എന്താണ് ശ്രീ ബിനോയ് വിശ്വം? അത് ഈ അവർ പ്രതിസ്ഥാനം നിൽക്കുന്നവരാണ്, ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥരായവരാണ്. കേസ് കുറ്റപത്രത്തിന്റെ വഴിയിലേക്ക് പോകുന്നു. പ്രധാനപ്പെട്ട നിർണായകമായ ഫയലുകളുണ്ട്. ആ ഫയലുകൾ ഉള്ളപ്പോൾ ആ ഫയലുകൾ ഒരുപക്ഷെ പ്രതിഭാഗത്തേക്ക് കൂടി പോയേക്കാവുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് ഗുരുതര പിഴവാണ്. തീർച്ചയായിട്ടും കയ്യോടെ പിടിക്കപ്പെട്ടപ്പോൾ
കുറ്റവാളി ആ തെറ്റ് തിരുത്തി താക്കോൽ തിരിച്ചേ പറ്റുന്നത് നല്ല കാര്യം തന്നെ. പക്ഷെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു? ഇത്രയും വലിയൊരു സന്നാഹങ്ങളൊക്കെ ഉള്ള സത്യം നടപ്പിലാക്കാൻ വേണ്ടി വന്ന തീരുമാനമെന്ന് സ്വയം പറയുന്ന ഒരു മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ സ്വന്തം കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു കാര്യം ഉണ്ടാകുമ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്ന ഭയങ്കര സമ്മർദ്ദങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞാൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തദ്ദേശൻ ഗവൺമെന്റിന് നീതിയും ന്യായവും നടപ്പിലാക്കാൻ താല്പര്യമില്ല. അതിന് ഒരുപാട് പേരെ രക്ഷിക്കാൻ താല്പര്യമുണ്ട്. ആ രക്ഷിക്കാൻ താല്പര്യമുള്ളവരിൽ ഈ സ്വർണം കെട്ടവരിൽ പ്രധാന പങ്കുള്ള ഹലോ കേൾക്കാം ശ്രീ വിനോഷം. ഞാൻ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നോക്കുന്നതിൽ സംഭവിച്ച പിഴവ് എന്ന് കാണണോ, അതോ മറ്റു ചില താല്പര്യങ്ങളിൽ ആ സ്ഥാനത്തേക്ക് വന്നു എന്ന് കാണണോ? പങ്കജ് ഭണ്ഡാരി, ഉണ്ണികൃഷ്ണൻ പോറ്റി അവരെല്ലാമായിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ ബന്ധം ആണ് അതിന്റെ കാരണം. ആ ബന്ധമാണ് അതിലെ വിഷയങ്ങൾ. ഈ ഭാഗത്തുള്ള ഏതെങ്കിലും കുറ്റക്കാരുണ്ടെങ്കിൽ ഒരു ദാക്ഷിണ്യം കാണിക്കേണ്ട, അവരെ ശിക്ഷിക്കപ്പെട്ടേ തീരൂ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റക്കാര്യം പറയാനുള്ളൂ, ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള ഒരാളെയും രക്ഷപ്പെടാൻ സമ്മതിക്കാൻ പാടില്ല. അതിനകത്ത് ഒരു സംശയവും LDF-നും CPI-ക്കില്ല. ഒരു ഒറ്റ ചോദ്യം കൂടി. PS പ്രശാന്തിന് കൂടി SIT നോട്ടീസ് കിട്ടിയ ദിവസമാണ്. അപ്പോൾ അന്വേഷണം ആ രീതിയിൽ കൂടി വികസിക്കുന്നുണ്ട്. അല്ല, എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ സംശയം വേണ്ട, കുറ്റക്കാർ ശിക്ഷിക്കപ്പെട്ടേ തീരൂ. ഇന്ന പേര് എന്നുള്ള വിഷയമല്ല. ഓക്കെ, താങ്ക് യു ശ്രീ ബിനോയ് വിശ്വം. ശ്രീ തുടർന്ന് ശ്രീത, ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത രാജിവെച്ചു എന്നാണ്. അപ്പോൾ അത് രാജിവെക്കാനുള്ള നിർദ്ദേശം അധികം വൈകിയില്ല. KB പ്രദീപ് ദേവസ്വം സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്തയാണ്. പ്ലീഡർ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശം നൽകിയെന്ന വാർത്ത ആദ്യം പ്രേക്ഷകർ 24 ആണ്. അതായിപ്പോൾ ആ സ്ഥാനം രാജിവെച്ചു എന്ന വാർത്ത കൂടി പ്രേക്ഷകരെ അറിയിക്കുകയാണ്. അത് ആ നിയമനം വലിയ വിവാദമായിരുന്നു. അത് ഏത് രീതിയിൽ ആ നിയമത്തിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ കേരളം അത്രത്തോളം ഗൗരവത്തിൽ കാണുന്ന കേസാണ്. കാര്യം അതൊരു കേവലം ഒരു ക്ഷേത്രത്തിൽ ഉണ്ടായ ഒരു കൊള്ള, അല്ലെങ്കിൽ ഒരു മാല മോഷണം പോലൊരു കൊള്ള എന്നതിനപ്പുറം അത് വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ കേസാണെന്നും സ്വർണ്ണം കെട്ടവൻ ആരപ്പ എന്നത് വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണ മുദ്രാവാക്യമായി വരുന്നതും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭയിൽ അത്ര ചർച്ചയായിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ കഴിഞ്ഞ തദ്ദേശത്തിൽ അത് ഊടുപാട് ചർച്ചയായതാണ്. അത് LDF-ന്റെ വലിയ പരാജയങ്ങളുടെ കാരണങ്ങളൊന്ന് ആ മുദ്രാവാക്യം കൂടിയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ കൂടി കേരളം കാണുന്ന വിശ്വാസി വികാരം വ്രണപ്പെട്ട ഒരു കേസ് കൂടിയാണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.